ഹലോ ഗേസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മീൻ കറിയാണ്. ചെറിയ കുഞ്ഞി മത്തില്ല, അതിൻ്റെ ഫിഷ് കറി, മീൻ കറി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് എണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ ഒരു ഇഞ്ചിൻ്റെ പീസ് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ചതച്ചിക്കാണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇത് മൂന്നും പാടെ ചതച്ച ഒരുപാടൊന്നും വേണ്ട. വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 7 ഇല്ലി മതി കേട്ടോ. പിന്നെ ചെറിയുള്ളി ഒരു 5 6 മതി. പിന്നെ ഒരു ഇഞ്ചിൻ്റെ ചെറിയൊരു കഷ്ണം. എന്നിട്ട് ഇത് ആളില്ലതിനനുസരിച്ച് കേട്ടോ ഉണ്ടാക്കുക. ഞങ്ങളിവിടെ ആകെ 2 പേരുള്ളൂ. അപ്പം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കുക. അപ്പം ഇതൊക്കെ പാടെ മിക്സിയിലിട്ട് ചതച്ച് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഇത് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി അരിഞ്ഞ് ഇത് വേകുമ്പോഴത്തേനും 2 തക്കാളി നല്ല ഇതിലരിഞ്ഞിക്കാണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഈ ചീഞ്ചട്ടിക്കാണ് ഇട്ട് കൊടുക്കും. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും. എന്നിട്ട് തക്കാളി നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം തക്കാളി വെന്തതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ അതിലേക്ക് ഇത് മീൻ കറിക്ക് ഇടാനായിട്ട് ഞാൻ പുളി വെള്ളത്തിലിടാൻ മറന്നു വെച്ചിന്. അപ്പോൾ പുളിങ്ങ വെള്ളത്തിലിടാണ് കേട്ടോ. കുറച്ച് പുളിങ്ങ മതി, പുളി ഇടാനല്ല നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പം കുറച്ച് പുളിങ്ങ എടുത്തുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കട്ടെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ എന്താ ആവശ്യം ചോദിച്ചാൽ പിന്നെ പച്ചമുളക് 2 മതി. ആ 2 നടു കീറിക്കാണ്ട് അങ്ങനെ 4 കഷ്ണമായി. അങ്ങനെ ഇതൊക്കെ പാടെ കൂട്ടി വെന്തിട്ട് നമ്മൾ 1 ടീസ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണാണെങ്കിൽ 2 സ്പൂണും കൂടി ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു നുള്ളല്ല, 1 ടീസ്പൂണ് എന്താ പറയുക ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറേ ഇടാൻ പറ്റില്ല. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി, ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഉപ്പ് കൂടിയിട്ട് പിന്നെ ഇന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉപ്പ് കൂടിയാൽ സീനാവും. അപ്പം ആവശ്യത്തിന് മാത്രം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നമ്മൾ ഇളക്കി നല്ലോണം വേവിച്ചണം കേട്ടോ. അത് ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. അപ്പം ചിലർക്കൊന്നും മീൻ കറി ഉണ്ടാക്കാൻ തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം വെളിച്ചെണ്ണ പാരുക, എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു 7 ഇല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 6 ചെറുള്ളി, പിന്നെ 2 തക്കാളി, പിന്നെ ഒരു ഇഞ്ചിൻ്റെ ചെറിയ കഷ്ണം, പിന്നെ 2 പച്ചമുളക്. ഇതൊക്കെ പാടിട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇതൊരു കാഴം പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിക്ക് പുളിങ്ങ ഞാൻ എടുത്ത് വെച്ചിരുന്നില്ല, അത് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് പുളി പിന്നെ അതിക്ക് പാർന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് വേകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. മൂടി വെച്ച് നല്ലോണം തിളച്ചിട്ടാണ് മൂടി വെച്ച് ഇതൊന്ന് വേകണമല്ലോ. ഒന്ന് തിളച്ച് വരുമ്പോഴാണ് അതിക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. തിളച്ചിട്ടാണ് ഇതിക്ക് മീൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് മൂടി വെച്ചു. അപ്പോൾ നല്ലോണം തിളച്ചിക്കണം കേട്ടോ, തിളച്ച് വരുന്നുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ഇതിക്ക് മീനുണ്ടല്ലോ, മീൻ പറഞ്ഞാൽ മത്തിൻ്റെ കുഞ്ഞി മത്തി കേട്ടോ. ഞങ്ങൾ കുഞ്ഞി മത്തിയെ വാങ്ങുള്ളൂ, ചെറിയ മത്തി. അപ്പോൾ ഇതിക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ മീൻ കറി മൂടി വെച്ചിട്ടോ. അപ്പം നമ്മൾ കുഞ്ഞി മത്തി മീൻ കറി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ടീനി, അത് പറയാൻ മറന്നതാണ്. അതേമാതിരി മീൻ കറി വെന്തപ്പം വീഡിയോ എടുക്കാനും മറന്നു. അപ്പം മീൻ കറി ആയൊരു ഫോട്ടോ എടുത്ത് കണ്ടാണ് കാണിച്ചത് കേട്ടോ. അപ്പം എല്ലാം റെഡി. ഓക്കെ.